പ്രചരണത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ പ്രശ്നങ്ങളിലെടുത്ത നിലപാട് മുതൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശശി തരൂർ എടുത്ത നിലപാട് വരെ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു. ചില വിവാദ വിഷയങ്ങളിൽ പ്രവർത്തകരുടെ എതിർപ്പിന്റെ സ്വരവും തരൂർ തിരിച്ചറിഞ്ഞു. അവസാന ലാപ്പിലും പ്രചരണ രംഗത്ത് വിഷയങ്ങൾ മാറിമറിയുമ്പോഴും വിജയം തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ. ഇന്ത്യയുടെ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂരാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറവംകോണത്തെ വാഹന പര്യടനത്തിലാണ് ഇപ്പോൾ സി മലയാളം ന്യൂസ് സംഘം ഉള്ളത്. സാർ, എങ്ങനെയുണ്ട്? അവസാന ലാപ്പിലേക്കാണ് പ്രചരണം കടന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അടുത്ത ആഴ്ച ഈ നേരത്ത് ജനങ്ങൾ വോട്ട് ചെയ്യായിരിക്കും. അപ്പോൾ നമുക്കറിയാം അവസാനത്തെ ആഴ്ചയാണ്. പക്ഷെ ഞാൻ എല്ലാം നന്നായി കാണുന്നു. ഇപ്പോൾ 4-5-6 ആഴ്ചയായിട്ട് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നത് ഇതുപോലെ ജനങ്ങളുടെ ആവേശം, ജനങ്ങളുടെ പുഞ്ചിരി, ജനങ്ങളുടെ കൈവീശൽ, ജനങ്ങളുടെ എല്ലാ വിധത്തിലും എനിക്ക് 3 തവണ നൽകിയ വിശ്വാസം വീണ്ടും നൽകുമെന്നാണ് എനിക്ക് ഉറപ്പം എൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ വിജയം നമ്മൾ തന്നെയാണ്. അങ്ങ് MP ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണയാക്കി മാറ്റുമെന്നുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രഖ്യാപനം നൽകിയിരുന്നു. എന്നാൽ ആ വിധത്തിൽ എന്നാൽ ആ വിധത്തിൽ തിരുവനന്തപുരം നഗരത്തെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? 2009 ഞാൻ എല്ലാം പോയി ചെയ്തുവല്ലോ. ഞാൻ ബാഴ്സലോണയിൽ പോയി അവിടുത്തെ മേയറെ കണ്ടു, അവിടുത്തെ നഗരസഭയെ കണ്ടു. അവർ റെസൊല്യൂഷൻ പാസ്സാക്കി തിരുവനന്തപുരം ഓപ്പൺ ട്വിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് ബഡ്ജറ്റും ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയൊരു വിജയനായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മേയറിന് കൊടുത്തു. അവര് സങ്കുചിത രാഷ്ട്രീയ താല്പര്യക്കാരും മാത്രം അവരതിനെ നഗരസഭയിൽ ചർച്ചയും കൂടി ചെയ്തില്ലേ, കൊണ്ടുവന്നും കൂടിയില്ല, പാസ്സാക്കിയില്ലേ, സ്വീകരിച്ചില്ല. അതോടെ ലാപ്സായി. ഇത് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം. നിരവധി വികസന പ്രവർത്തനങ്ങൾ താങ്കൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് താങ്കളും കോൺഗ്രസ് ക്യാമ്പും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ എതിർ വിഭാഗം പറയുന്നത് താങ്കൾ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങളൊന്നും തലസ്ഥാന നഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് അതിനോടുള്ള മറുപടി? കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ വ്യക്തിപരമായി ഞാൻ മുൻകൈ എടുത്തിട്ടാണ് 45 വർഷമായിട്ട് ലോകത്തിൻ്റെ ആൾക്കാർ വീട്ടിൽ കല്ലിട്ടിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതി നമ്മുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഞാൻ യാഥാർത്ഥ്യമാക്കി അതിനെ കൊണ്ടുവന്നതും അതിനെ എല്ലാ സ്റ്റേജിലും ഞാൻ ഫോളോ ചെയ്തിട്ടാണ് അവസാനത്ത് അതിനെ പൂർത്തിയാക്കാൻ സാധിച്ചു. അത് ഒരു ഉദാഹരണമാണ്. 4-5 പ്രധാനപ്പെട്ട ഉദാഹരണം തരട്ടെ. UAE കോൺസുലേറ്റ് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനാണ് UAE ഫോറിൻ മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ ആവശ്യപ്പെടുത്തപ്പെട്ട ഒരു കോൺസുലേറ്റ് കൊണ്ടുവരാൻ. അത് ഞാനാണ് ചെയ്തത്. ടെക്നോ പാർക്കിൽ ഞാൻ മുൻകൈ എടുത്ത് 4-5 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികളെ ടെക്നോ പാർക്ക് കൊണ്ടുവന്നു. ഓരോ കാര്യത്തിൽ ഒരു MP ചെയ്യാൻ സാധിക്കുന്ന അതീതമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 66 പേജ് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ജനങ്ങൾ വായിച്ചു നോക്കിക്കോട്ടെ, അവർക്ക് ഒരു പരാതി പറയട്ടെ. തിരുവനന്തപുരത്ത് BJPയും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടമെന്നുള്ളതാണ് അങ്ങ് അവകാശപ്പെടുന്നത്. അപ്പോൾ LDF ചിത്രത്തിൽ തന്നെ ഇല്ലെന്നുള്ള കാര്യമാണോ പറയുന്നത്? ത്രികോണ പോരാട്ടമല്ലേ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ആദ്യത്തെ 3-4 ആഴ്ച ഞാൻ പറഞ്ഞു ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ ഒരു സംശയവുമില്ല, അവസാനത്തെ 2-3 ആഴ്ചയിൽ BJP ആണ് കുറച്ചും കൂടി മുന്നോട്ട് ചാടിയിരിക്കുന്നത്. അവർക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ചില ഭാഗത്തിൽ. അതുകൊണ്ട് ഞാൻ 2 പാർട്ടിയും ഗൗരവമായി എടുക്കുന്നുണ്ട്, ആരെയും എളുപ്പമായി എടുക്കുന്നില്ല. പക്ഷേ അവർ രണ്ടാളുടെ ഇടയിൽ 2ാം സ്ഥാനത്തിന് മത്സരമുണ്ടെങ്കിൽ ആ മത്സരത്തിൽ BJP ആണ് കുറച്ചും കൂടി മുന്നോട്ട്. തരൂര് BJP മനസ്സുള്ള കോൺഗ്രസ്സുകാരൻ എന്നുള്ള കാര്യമാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. അതിനോട് എങ്ങനെയാ പ്രതികരണം? അത് പനിയന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നാണ് ചോദ്യം. കാരണം ഈ BJP മനസ്സിലാക്കാൻ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതവിശ്വാസിയും ഹിന്ദുത്വ രാഷ്ട്രീയ വിശ്വാസത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സമുദായ വോട്ടുകൾ പൂർണ്ണമായും UDFനെ തുണയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം ലത്തീൻ സഭയുടെയും ഈഴവ സമുദായത്തിന്റെയും ഉൾപ്പെടെയുള്ള വോട്ടുകൾ കിട്ടുമോ? എല്ലാ സമുദായത്തിനും നമ്മൾ ആവശ്യമുണ്ട്, എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. വോട്ടർമാർ ഒരു വർഗമായിട്ട് കാണാൻ സാധിക്കില്ല. മനുഷ്യന്മാരാണ്. എല്ലാവർക്കും അവരുടെ സ്വന്തം താല്പര്യങ്ങളുണ്ടാവും. അവരെ സ്വന്തമായിട്ട് സ്വാധീനിക്കാൻ നമുക്ക്
ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരെയാണ് മനുഷ്യന്മാരെ കാണുന്നത്. അതിനൊപ്പം സമുദായ നേതാക്കളെ കാണുന്നത് നമ്മുടെ കടമയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥമല്ല നമ്മൾ വിചാരിക്കുന്നു ഒരു സമുദായം ഒറ്റക്കെട്ടായിരിക്കും ഇങ്ങനെ വോട്ട് ചെയ്യുന്നു. അത് എനിക്കും ഉണ്ടാവില്ല, മറ്റേവർക്കും ഉണ്ടാവില്ല. എല്ലാ സമുദായത്തിലും ആൾക്കാർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം ജനങ്ങൾ എൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാ സമുദായത്തിലും. 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? 20 സീറ്റും കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ട്രെൻഡ് LDF-നൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ പറയുന്ന ചില കാര്യത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അത് ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നു CAA ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ UDF പാർലമെന്റേറിയൻസ് മൗനമായിരുന്നു. LDF സംസാരിച്ചിരുന്നു. പക്ഷെ ശരിക്കും യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, യാഥാർത്ഥ്യം തിരിച്ച് ഓപ്പോസിറ്റാണ്. ഞങ്ങളാ സംസാരിച്ചത്, ഞാനാണ് ബില്ലിനെ എതിർച്ചത്, ഞാനാണ് ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. എത്ര സംസാരിച്ചു? അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പാർലമെന്റിൽ ഞങ്ങളാണ് അതിനെ എതിർച്ചെന്ന് ഒരു സംശയവുമില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. മുഖ്യമന്ത്രി ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അദ്ദേഹം എന്ത് പറഞ്ഞാലും സീരിയസ് ആയി വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3 തവണ തിരുവനന്തപുരത്ത് നിന്ന് MP ആയി വിജയിച്ചു കയറി. ഈ ഒരു തവണ കൂടി അങ്ങേ വിജയിപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ അങ്ങ് ജനങ്ങളോട്, സമ്മതിദായകരോട് ആവശ്യപ്പെടുന്നത്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുമോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കണേ. ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറച്ചൊക്കെ ആലോചിക്കാൻ സമയമുണ്ട്. അവരേക്ക് ഞാൻ 5 വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ. രാജ്യത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കാനും എൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പാർലമെന്റിൽ പോയിട്ട് ഡൽഹിയിൽ പോയി ആവർത്തിക്കാനും ആ അവസരം അവർക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഞങ്ങളുടെ ഭരണം വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ മുന്നണി ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എൻ്റെ എന്ത് ഭാഗമുണ്ടാവും, എന്ത് റോൾ ഉണ്ടാവും, ഇതെല്ലാം കണ്ട ശേഷം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴത്തെ ചിന്ത 26 ഏപ്രിൽ വരെ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യണം. 4-ാം തീയതി ജൂൺ റിസൾട്ട് അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാം. തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയുടെയും പര്യടനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അവരുടെ പര്യടനം നോക്കാനുള്ള സമയമില്ല സുഹൃത്തെ. എനിക്ക് എൻ്റെ പര്യടനത്തിൽ മുങ്ങിപ്പോയി. രാവിലെ നേരത്തെ മുതൽ രാത്രി വൈകി വരെ ഇതന്നെയാണ് പരിപാടി. അപ്പോൾ എനിക്ക് മറ്റേവരുടെ പ്രചരണത്തെ ഫോളോ ചെയ്യാൻ തീരെ സമയമില്ല. സംസ്ഥാനത്ത് BJPയുടെ വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. അങ്ങയുടെ ഒരു സുഹൃത്ത് കൂടിയല്ലേ സുരേഷ് ഗോപി? എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം 3-ാം സ്ഥാനത്തിലാണ് ഞാൻ എല്ലാ കണക്കിലും കാണുന്നത്. അപ്പോൾ അവിടെ K. മുരളീധരൻ തന്നെ 1-ാം സ്ഥാനത്ത്. K. മുരളീധരൻ മുന്നോട്ടും. കഴിഞ്ഞ വർഷത്തെക്കാളും എത്ര വോട്ട് വിഹിതം, എത്ര വോട്ട് മാർജിൻ്റെ ഒരു ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ ഒരു ക്രിക്കറ്റ് പ്രവർത്തനം കൂടി ക്രിക്കറ്റ് സ്കോർ ഞാൻ പറയില്ല. അതുപോലെയല്ലേ ഇലക്ഷൻ്റെ വോട്ടിൻ്റെ എണ്ണം ഞാൻ പറയില്ല. വിജയമാണ് വേണ്ടത്. അത് എത്ര കാണുന്ന ജനങ്ങൾ തീരുമാനിക്കും. VK കൃഷ്ണമേനോൻ CPM-ന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ ശ്രദ്ധ കിട്ടുന്നത്. 2009-ലും 14-ലും 19-ലും ഇടത്തേക്ക് ചായാതെ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം ഇക്കുറിയും തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പും ശശി തരൂരും പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.